അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിൽ പറയുന്നത് ന്യൂ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് എക്സസൈസ് ആണ്. നോക്കൂ, അതിലെ ഫസ്റ്റ് പ്രോബ്ലം എന്താ പറയുന്നത്? ഇൻ ദ പിക്ചർ ദ സ്ക്വയർ ഓൺ ദ ഹൈപ്പോട്ടന്യൂസ് ഓഫ് ദ ടോപ്പ് മോസ്റ്റ് റൈറ്റ് ട്രയാങ്കിൾ ഈസ് ഡ്രോൺ. കാൽക്കുലേറ്റ് ദ ഏരിയ ആൻഡ് ദ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദ സ്ക്വയർ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു സ്ക്വയർ തന്നിട്ടുണ്ട് അല്ലേ, ഒരു ബ്ലൂ കളറിലൊരു സ്ക്വയർ തന്നിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴേക്ക് നോക്കൂ, 1 2 3 4 ട്രയാങ്കിൾസ് ഉണ്ട്. ആ ഒരു ചെറിയ ട്രയാങ്കിളിൻ്റെ 2 സൈഡുകൾ തന്നിട്ടുണ്ട് അല്ലേ, 1 മീറ്റർ ആണെന്നും ബാക്കിയുള്ള ട്രയാങ്കിൾസിൻ്റെ എല്ലാം ബേസ് 1 മീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? വലിയ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ വലിയ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എന്താണ്? വലിയ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് നോക്കൂ, ഇതാണ് വലിയ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് അല്ലേ, ഈ സൈഡ്. അതെന്താണ്? സ്ക്വയറിൻ്റെ സൈഡാണ് അല്ലേ, ആ സ്ക്വയറിൻ്റെ സൈഡ് കൂടിയാണ്. അപ്പോൾ എന്താണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? കാൽക്കുലേറ്റ് ദ ഏരിയ ആൻഡ് ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദ സ്ക്വയർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏരിയയും കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ എന്തും കണ്ടുപിടിക്കണം, സ്ക്വയറിൻ്റെ സൈഡും കണ്ടെത്തണം. ഓക്കെ, നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള സ്ക്വയർ അല്ലേ. ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആക്കിക്കൊണ്ട് ഇതൊരു ട്രയാങ്കിൾ, ദെൻ ഇതൊരു ട്രയാങ്കിൾ, ഇതെല്ലാം എന്താണ്? റൈറ്റ് ആംഗിൾഡ് ആണല്ലേ. ഇതൊരു ട്രയാങ്കിൾ, ഇതൊരു ട്രയാങ്കിളാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം സൈഡ്സ് അല്ലെങ്കിൽ ബേസ് 1 മീറ്റർ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് ആദ്യം കണ്ടത്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എങ്ങനെയാണ് കാണുക? റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, അല്ലെങ്കിൽ ഒരു സൈഡ് പ്ലസ് സൈഡ് അല്ലേ, സൈഡ് സ്ക്വയർ പ്ലസ് സൈഡ്സ്. ഇപ്പോൾ ഇവിടെ സൈഡ് എന്താണ്? 1 ആണ്. 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ചെറിയ ട്രയാങ്കിളിൻ്റെയാണ് നോക്കുന്നത് കേട്ടോ. എ ബി സി ഡി എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ എ എന്ന ട്രയാങ്കിളിൻ്റെയാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. അപ്പോൾ എത്ര കിട്ടും? റൂട്ട് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ മീൻസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്താണ്? 1 പ്ലസ് 1 ഈക്വൽ ടു റൂട്ട് 2 എന്ന് കിട്ടി. അപ്പോൾ കിട്ടിയത് എന്താണ്? ഈ സൈഡാണ് എന്ന് വെച്ചാൽ ഈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടിയത്? ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് റൂട്ട് 2 ആയി കിട്ടിയത്. ഇനി ഈ ഹൈപ്പോട്ടന്യൂസ് കാണാൻ എന്താ ചെയ്യുക? ഇത് രണ്ടെണ്ണത്തിൻ്റെയും സ്ക്വയറാണ് ചെയ്യുക അല്ലേ. അപ്പോൾ ബി എന്ന വെച്ചാൽ എയിൻ്റെ ഹൈപ്പോട്ടന്യൂസ് കിട്ടി. ബി എത്രയാണെന്ന് കിട്ടും? റൂട്ട് 2 ആണ്. അപ്പോൾ റൂട്ട് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ആണ് ഈക്വൽ ടു റൂട്ട് 2ൻ്റെ സ്ക്വയർ എന്താവും? റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 ചെയ്യുമ്പോൾ റൂട്ട് ക്യാൻസലായി പോവുക ചെയ്യുക അല്ലേ. അപ്പോൾ റൂട്ട് 2 പ്ലസ് 1 സ്ക്വയർ എന്താണ്? 1 ഈക്വൽ ടു റൂട്ട് 3. അപ്പോൾ ബിൻ്റെ എന്തായി കിട്ടി? റൂട്ട് 3 ആയി കിട്ടി. ഇനി റൂട്ട് 3യും 1ഉം കൂടി ചെയ്താലാണ് സി എന്ന ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ റൂട്ട് 3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 3 എന്ന് വെച്ചാൽ റൂട്ട് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 ചെയ്ത് എന്താവും? റൂട്ട് ക്യാൻസൽ ആവും. 3 പ്ലസ് 1 ഈക്വൽ ടു റൂട്ട് 4. ഓക്കെ, റൂട്ട് 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ് അല്ലേ. യെസ്. ദെൻ ഡി എന്ന ട്രയാങ്കിൾ എന്ന് വെച്ചാൽ ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് കാണാൻ പോവാണ്. റൂട്ട് 4 സ്ക്വയർ അല്ലേ, റൂട്ട് 4 ആണ് നമുക്ക് കിട്ടിയത്. റൂട്ട് 4 സ്ക്വയർ അല്ലെങ്കിൽ 2 സ്ക്വയർ, റൂട്ട് 4 സ്ക്വയർ അല്ലെങ്കിൽ 2 സ്ക്വയർ രണ്ടും കറക്റ്റ് തന്നെയാണ്. 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് 2 സ്ക്വയർ എത്രയാ? 4 പ്ലസ് 1 സ്ക്വയർ എത്രയാ? 1 ഈക്വൽ ടു റൂട്ട് 5. അപ്പോൾ എന്ത് കിട്ടി? റൂട്ട് 5 ആണ് എന്തെന്ന് പറയുന്നത്? വലിയ സ്ക്വയറിൻ്റെ വലിയ ട്രയാങ്കിൾ ഡീൻ്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത്. അതിനർത്ഥം സൈഡ് ഓഫ് ദ സ്ക്വയർ, സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി? റൂട്ട് 5 ആണെന്ന് കിട്ടി. ഇനി ഈ റൂട്ട് 5 വെച്ച് നമുക്ക് ഏരിയ കണ്ടെത്തിക്കൂടെ? സ്ക്വയറിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? എ സ്ക്വയർ ആണ് അല്ലേ, സൈഡ് ഇൻറ്റു സൈഡാണ്, എ ഇൻറ്റു എ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ റൂട്ട് 5 എന്ന സൈഡ് ഇൻറ്റു റൂട്ട് 5 ഈക്വൽ ടു റൂട്ട് 5 സ്ക്വയർ ആണല്ലേ അർത്ഥം. റൂട്ട് 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ടു 5 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണെന്ത്? ആ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ക്ലിയർ?
ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. എ സ്ക്വയർ ഈസ് ഡ്രോൺ on the altitude of an equilateral triangle of side 2 meters. എന്താ പറഞ്ഞിട്ടുള്ളത്? 2 meters altitude ഉള്ള ഒരു ഈക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിനെ സ്ക്വയറിൻ്റെ ഒരു സൈഡാക്കിക്കൊണ്ട് ഒരു സ്ക്വയർ വരച്ചിട്ടുണ്ട് അല്ലേ. നോക്കൂ, ഇതാണ് ഓൾട്ടിറ്റ്യൂഡ്. ആ ഓൾട്ടിറ്റ്യൂഡിനെ ഒരു സൈഡാക്കിക്കൊണ്ടാണ് എന്ത് ചെയ്തത്? ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ്. ആ ഹൈറ്റിനെ സൈഡാക്കിക്കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ആ സ്ക്വയർ വരച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സബ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ? സ്ക്വയറിൻ്റെ ഏരിയ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അതിൻ്റെ ഏരിയ കണ്ടെത്തണമെങ്കിൽ നമുക്ക് അതിൻ്റെ സൈഡ് വേണം അല്ലേ. എന്ന് വെച്ചാൽ ആ സൈഡ് എത്രയാണെന്ന് കണ്ടെത്തണം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഹൈപ്പോട്ട്ന്യൂസ് ആണ് അല്ലേ. 2 മീറ്റർ എന്ന് തന്നിട്ടുള്ളത് എന്താണ്? ഹൈപ്പോട്ട്ന്യൂസ് ആണ്. താഴെ ബേസ് എന്ന് പറയുന്നത് 1 മീറ്റർ ആണെന്ന് നമുക്കറിയാം അല്ലേ. ഇപ്പോൾ 1 മീറ്റർ, അതുപോലെ തന്നെ 2 മീറ്റർ എന്ന് പറയുന്നത് ഹൈപ്പോട്ട്ന്യൂസ് ആണെങ്കിൽ നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. വാട്ട് ഈസ് ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ട്രയാങ്കിൾ? അപ്പോൾ ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും ആൻസർ എന്താണ്? സെയിം ആണെന്ന് വെച്ചാൽ ഓൾട്ടിറ്റ്യൂഡ്. ആദ്യം പറഞ്ഞിട്ടുള്ള എന്താ? ഏരിയ ഓഫ് ദ സ്ക്വയർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ സൈഡ് നമ്മൾ കണ്ടെത്തണം. സോ സൈഡ് കിട്ടിയിട്ടുണ്ടാവും. ആ സൈഡ് എന്താണെന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചത്. ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ട്രയാങ്കിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സൈഡ് എത്രയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ദ അതർ 2 സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ഷോൺ ബിലോ? ബാക്കിയുള്ള 2 സൈഡ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. അത് താഴെ ഒരു ട്രയാങ്കിൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിളിൻ്റെയാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, നോക്കൂ, നമുക്ക് തന്നിട്ടുള്ള ഫിഗർ ഇതായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ. അപ്പോൾ 2 ആണെന്ന് നമുക്കിവിടെ 2 ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ 2 ആണ്. അപ്പോൾ താഴത്തെ ബേസ് 1 യൂണിറ്റും ആണ്. ഓക്കെ, ഇപ്പോൾ 1 യൂണിറ്റ് ആണെങ്കിൽ ഇതിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണല്ലോ. അപ്പോൾ ഈക്വലായിട്ട് 2 മീറ്റേഴ്സ് ആയിട്ടുള്ളതിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ്? ഇവിടെ 1 മീറ്റർ ആണ് വരുന്നത്. അങ്ങനെയാണ് ഇവിടെ 1 ആണെന്ന് നമുക്ക് മനസ്സിലായത്. സോ ഹൈപ്പോട്ട്ന്യൂസ് 2 ആണെങ്കിൽ, ഹൈപ്പോട്ട്ന്യൂസ് എന്ന് വെച്ചാൽ റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 2 ആണ് ആൻസർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു സൈഡ് നമുക്കറിയാലോ എത്രയാണ്? 1 ആണ്. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് എന്തോ ഒന്ന് ബി സ്ക്വയർ ചെയ്തപ്പോൾ എത്ര കിട്ടി? 2 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേറൊരു സൈഡ് എത്രയാണെന്നാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. റൂട്ട് 1 പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 2. ഓക്കെ, ഇപ്പോൾ 1 പ്ലസ് ബി സ്ക്വയർ ഇവിടെ നിൽക്കട്ടെ. നമുക്ക് റൂട്ട് ചേഞ്ച് ചെയ്യാൻ നോക്കുകയാണ്. എന്ത് കിട്ടും? നമുക്ക് റൂട്ട് കളയാനായിട്ട് 2 സൈഡും ഒന്ന് സ്ക്വയർ ചെയ്ത് കൊടുക്കാം. സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇവിടുത്തെ റൂട്ട് പോകും അല്ലേ. അപ്പോൾ 1 പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു ഇവിടെ എന്തായി മാറും? 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആയി മാറും. ബി സ്ക്വയർ ഈക്വൽ ടു 4. ഈ 1 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? -1. ബി സ്ക്വയർ ആണെന്ത്? 3 എന്ന് പറയുന്നത്. ബി എന്തായിരിക്കും? ബി ഈക്വൽ ടു റൂട്ട് 3. ഓക്കെ, റൂട്ട് 3 ആണ്. അപ്പോൾ എന്ത്? ഇതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുന്നത് എന്ന് കിട്ടി. ഇനി സ്ക്വയറിൻ്റെ സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കണ്ടെത്തിക്കൂടെ? എങ്ങനെയാണ് ഏരിയ കണ്ടെത്തുന്നത്? അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഏരിയ ഓഫ് ദ സ്ക്വയർ എങ്ങനെ കണ്ടെത്തുക? റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 ഇസ് ഈക്വൽ ടു എന്ന് വെച്ചാൽ റൂട്ട് 3 സ്ക്വയർ ആണ്. അപ്പോൾ റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 ഈക്വൽ ടു 3 എന്ന് കിട്ടുന്നു. 3 എന്ന് എഴുതിക്കൂടാ, 3 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് എഴുതണം. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ട്രയാങ്കിൾ എന്നാണ്. ഈ ഓൾട്ടിറ്റ്യൂഡാണ് ചോദിച്ചിട്ടുള്ളത്. അതാണ് നമുക്കിപ്പോൾ ഫസ്റ്റിൽ എന്താ കിട്ടിയത്? ബി ഈക്വൽ ടു റൂട്ട് 3 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ ആൻസർ എന്താണ്? റൂട്ട് 3 ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? വാട്ട് ആർ ദ ലെങ്ത്സ് ഓഫ് ദ അതർ 2 സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ഷോൺ ബിലോ? താഴെ തന്നിട്ടുള്ള ട്രയാങ്കിളിൻ്റെ ബാക്കി 2 സൈഡ്സാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, ഈക്വൽ ആണ് തന്നിട്ടുള്ളത്. കണ്ടോ? 2 മീറ്റേഴ്സ്. ഇവിടുത്തെ 2 മീറ്റേഴ്സ് തന്നെയാണ് ഇവിടെ ഈ ഹൈപ്പോട്ട്ന്യൂസ്. ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് അല്ലേ. അപ്പോൾ 90 ഡിഗ്രി ഇതല്ലേ, ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡാണെന്ത്? 2 മീറ്റേഴ്സ്. അപ്പോൾ അത് ഹൈപ്പോട്ട്ന്യൂസ് ആണ്. ഹൈപ്പോട്ട്ന്യൂസ് 2 മീറ്റർ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ 1 മീറ്റർ ആണെന്ന് അറിയാം. 1ഉം 2ഉം. അപ്പോൾ ഇത് എത്രയായിരിക്കും? റൂട്ട് 3. ഓക്കെ, അപ്പോൾ റൂട്ട് 3 എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ ഇതിൽ ചെയ്ത് നോക്കാം. തേർഡ് പ്രോബ്ലത്തിൽ നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കാനൊന്നുമില്ല, നേരത്തെ കണ്ടെത്തിയ ആൻസർ തന്നെയാണ്. അപ്പോൾ സെയിം അങ്ങനെ എടുത്ത് എഴുതിയാലായിട്ട് മതിയാവും. ക്ലിയർ? ഓക്കെ, നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. വി ഹാവ് സീൻ ഇൻ ക്ലാസ് 8 ദാറ്റ് എനി ഓഡ് നമ്പർ ക്യാൻ ബി റിട്ടൺ ആസ് ദ ഡിഫറൻസ് ഓഫ് 2 പെർഫെക്റ്റ് സ്ക്വയർ. അപ്പം നിങ്ങൾ 8ൽ പഠിച്ച ഒരു ഐഡൻറ്റിറ്റി ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്.
എന്നിട്ട് എന്താ പറയുന്നത്, യൂസിങ് ദീസ് ഡ്രോ സ്ക്വയേഴ്സ് ഓഫ് ഏരിയാസ് 7 and 11 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. 7 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ഏരിയ വരുന്നൊരു സ്ക്വയർ വരയ്ക്കണം. അതുപോലെ തന്നെ 11 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് വരുന്ന ഏരിയ വരുന്ന ഒരു സ്ക്വയറും വരയ്ക്കണം. ഓക്കെ, എങ്ങനെയാണെന്ന് നോക്കുക. അപ്പോൾ 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സ്, ആദ്യം പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ എന്താണ്, ഐഡൻറ്റിറ്റി എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. എന്താണ് ക്വസ്റ്റ്യനിൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ 2 നമ്പേഴ്സിൻ്റെ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4 സ്ക്വയർ എത്രയാ 16 മൈനസ് 3 സ്ക്വയർ 9 വരുന്നു അല്ലേ. 16 മൈനസ് 9 എത്രയാ 7. ഓക്കെ, അങ്ങനെ ഏത് നമ്പേഴ്സ് വേണം. അപ്പോൾ ഏത് 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നത് ഒരു ഓഡ് നമ്പർ ആയിരിക്കും. അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതിൻ്റെ ഐഡൻറ്റിറ്റി നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഇതാണ്. n സ്ക്വയർ മൈനസ് n മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2n മൈനസ് 1 എന്നുള്ളതാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഐഡൻറ്റിറ്റി. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. നമുക്ക് 2 എണ്ണമാണ് പറഞ്ഞത്. ഒന്ന് 7 സ്ക്വയർ സെൻറ്റിമീറ്റർ ഉള്ളതും പിന്നെന്താണ് ഒന്ന് 11 സ്ക്വയർ. അപ്പോൾ 7 സ്ക്വയർ സെൻറ്റിമീറ്ററിൻ്റെ മനസ്സിലായല്ലോ, 4 സ്ക്വയറും 3 സ്ക്വയറും ആണ് വരിക. എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നേരം ചെയ്ത പ്രോബ്ലത്തിലൊക്കെ എങ്ങനെയായിരുന്നു, റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിളുടെ ഹൈപ്പോട്ടിന്യൂസ് ആണ് എന്തായിട്ട് എടുത്തത്, സ്ക്വയറിൻ്റെ സൈഡായിട്ട് കണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ അത് ചെയ്താൽ പോലെ 4 എന്നുള്ളത് എന്തായിട്ട് എടുക്കുക, മൈനസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താണ് 4 എന്നുള്ളത് എന്തായിരിക്കും, ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, നിങ്ങളത് വരയ്ക്കുക. 4 എന്ന് പറയുന്നത് എന്താണ്, ഈ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടിന്യൂസ് ആയിരിക്കും. ക്ലിയർ. അതേപോലെ 3 എന്ന് പറയുന്നത് അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡും ആയിരിക്കും. ഇനി ഇവിടെ എത്രയാണെന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, അതുപോലെ ഇനി 11 കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ നമ്പേഴ്സ് പറ്റും നോക്കൂ. 6ഉം 5ഉം പറ്റുമോ നോക്കാം. 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് 36 അല്ലേ. 6 സ്ക്വയർ എന്ന് പറയുന്നത് 36 മൈനസ് 5 സ്ക്വയർ 25. 11 ആണ് കിട്ടുന്നത് അല്ലേ. 11 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടുന്നു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, 6 എന്ന് പറയുന്നത് അതിൻ്റെ ഹൈപ്പോട്ടിന്യൂസ് ആയിരിക്കും. ഈ ട്രയാങ്കിളിൻ്റെ 6 എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈപ്പോട്ടിന്യൂസ് ആയിട്ടും ദെൻ 5 എന്ന് പറയുന്നതിൻ്റെ 5 എന്ന് പറയുന്നതിൻ്റെ ഓൾട്ടിറ്റ്യൂഡായിട്ടും എടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഈ സൈഡ് കണ്ടെത്താൻ അറിയാം അല്ലേ. ഈ ഇക്വേഷൻ വെച്ച് ഹൈപ്പോട്ടിന്യൂസ് കണ്ടെത്തുന്ന പൈത്തഗോറസ് തിയറം വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം, ഇത് കണ്ടെത്താൻ അറിയാം. അപ്പോൾ സൈഡ് കണ്ടെത്തിയതിന് ശേഷം എന്ത് ചെയ്യുക, അതിനെ സൈഡാക്കിക്കൊണ്ട് ബാക്കിയുള്ള സൈഡ്സ് വരച്ച് കഴിഞ്ഞാൽ സ്ക്വയർ ആക്കി കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഈ ഏരിയ 7 സ്ക്വയർ സെൻറ്റിമീറ്ററിലും അതുപോലെ 11 സ്ക്വയർ സെൻറ്റിമീറ്ററിലുള്ള സ്ക്വയർ നമുക്ക് കിട്ടും. ഓക്കെ, ഈ കാൽക്കുലേഷനാണ് മെയിനായിട്ട് വേണ്ടത്. ബാക്കിയുള്ളത് നമുക്ക് വരയാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്തിട്ടുള്ള ഇപ്പം നമ്മൾ 3rd ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ തന്നെയാണ് 4th ക്വസ്റ്റ്യനും പറയുന്നത്. എക്സ്പ്ലെയിൻ 2 ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഡ്രോയിങ് എ സ്ക്വയർ ഓഫ് ഏരിയ 13 സ്ക്വയർ സെൻറ്റിമീറ്റർ. 13 സ്ക്വയർ സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കാനായിട്ട് 2 ഡിഫറെൻറ്റ് മെത്തേഡ്സ് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 5th ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. √2 വലുതും √3 ചെറുതുമായിട്ടുള്ള ഫ്രാക്ഷൻസ് ആണ് ചോദിക്കുന്നത് അല്ലേ. ഇപ്പോൾ √2 വാല്യൂ എന്താണ് നമുക്കറിയാമല്ലോ. √2 വാല്യൂ അപ്രോക്സിമേറ്റായിട്ട് നമ്മൾ എന്താ എടുത്തത്, 1.41 എന്നാണ് എടുത്തത് അല്ലേ √2 വാല്യൂ. അതേപോലെ √3 വാല്യൂ എന്താണ് എടുത്തത്, നമ്മൾ അപ്രോക്സിമേറ്റായിട്ട് 1.73 അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഫ്രാക്ഷൻസ് എന്താണ്, √2 ഫ്രാക്ഷനും √3 ഫ്രാക്ഷനും എന്താണെന്ന് നോക്കൂ. നമ്മളിതിനെ ഏകദേശം ഒരു വാല്യൂവിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1.41 എങ്ങനെ എഴുതാം, 141/100 എന്ന് എഴുതാം അല്ലേ. അതേപോലെ 173/100 എന്ന് എഴുതാം. അപ്പോൾ ഇതിനിടയിൽ വരുന്ന ഏത് ഫ്രാക്ഷനും എന്തായി മാറും, √2 വലുതും √3 ചെറുതുമായിരിക്കും. മീൻസ് 142/100, 143/100 എല്ലാം എന്താണ്, ഈ പറയുന്ന നമ്പേഴ്സാണ്. ക്ലിയർ. അപ്പോൾ ഏത് നമ്പേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം.